അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ദാറുൽ ഹദീസ് അൽ ഇസ്ലാമിയ്യ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ഹദീസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട മഹത്തായ സ്ഥാപനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം, അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സംരംഭമാണ് ദാറുൽ ഹദീസ് അൽ ഇസ്ലാമിയ്യ. വിവിധങ്ങളായ പദ്ധതികളിലൂടെ ദാറുൽ ഹദീസ് ഇന്ന് സുപരിചിതമാണ്. ദാറുൽ ഹദീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭമാണ് ഹദീസ് റിസർച്ച് സെൻറ്റർ. നമ്മുടെ പ്രധാനപ്പെട്ട ശരീഅത്ത് കോളേജിൽ നിന്ന് ബിരുദം നേടി പഠനം പൂർത്തിയാക്കി ഇറങ്ങിയ യുവ പണ്ഡിതന്മാർ, അവരാണ് ദാറുൽ ഹദീസ് റിസർച്ച് സെൻ്ററിലെ പഠിതാക്കൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ മെമ്പർമാരായ ബഹുമാനപ്പെട്ട അബ്ദുള്ള അഹ്സനി ഉസ്താദ് ചങ്ങാനിയും അലവി സഖാഫി കൊളത്തൂർ ഉസ്താദ് അവറുകളും, പ്രിയപ്പെട്ട ഡോക്ടർ ഫൈസൽ ഹസനി രണ്ടത്താണി തുടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിതരാണ് റിസർച്ചിന് നേതൃത്വം കൊടുക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷൻ റയീസുൽ ഉലമ ഉസ്താദ് അവറുകളാണ് റിസർച്ച് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത്. ബഹുവന്യരായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളാണ് ദാറുൽ ഹദീസിന് ആശീർവാദം നൽകിയത്. അങ്ങനെ നമ്മുടെ പ്രസ്ഥാന നേതാക്കളുടെ ആശീർവാദത്തോടു കൂടെ നടത്തുന്ന സ്ഥാപനമാണ് ദാറുൽ ഹദീസ് അൽ ഇസ്ലാമിയ്യ. റിസർച്ച് സെൻറ്ററിലെ പഠിതാക്കൾക്ക് ഓരോ മാസവും 10,000 രൂപ വീതം സ്റ്റൈപ്പൻഡ് നൽകിക്കൊണ്ടാണ് നമ്മുടെ ഹദീസ് റിസർച്ച് മുന്നോട്ട് നീങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് വിദൂരമല്ലാത്ത ഭാവിയിൽ അതിൻ്റെ ഫലം കേരളീയ മുസ്ലിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ദാറുൽ ഹദീസിൻ്റെ പ്രധാനപ്പെട്ട മറ്റു സംരംഭമാണ് നമ്മുടെ സഹോദരിമാർക്ക് ഹദീസ് പഠിക്കാൻ വേണ്ടി സംവിധാനിച്ച സിഹാഹ് ഹദീസ് പഠന കോഴ്സ്. അൽഹംദുലില്ലാഹ്, സിഹാഹിൻ്റെ പ്രഥമ ബാച്ച് ഫൈനൽ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപനം കാത്തു നിൽക്കുകയാണ്. 1 വർഷം നീണ്ടുനിന്ന പഠനം, 2 സെമസ്റ്ററായുള്ള പരീക്ഷ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ 2ാമത്തെ ബാച്ച് അടുത്ത മാസം പഠനം ആരംഭിക്കുകയാണ്. സാന്ദർഭികമായി ഉണർത്തട്ടെ, നമ്മുടെ സഹോദരിമാർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിച്ചും അതിലൂടെ നമ്മുടെ കർമ്മവും വിശ്വാസവും ക്ലിയറാക്കാനും വിശുദ്ധ ഖുർആൻ തജ്വീദിൻ്റെ നിയമങ്ങളനുസരിച്ച് ഓതിപ്പഠിക്കാനും ലക്ഷ്യം വെച്ച് നടത്തുന്ന ആ സിഹായ കോഴ്സിലേക്ക് നമ്മുടെ സഹോദരിമാരെ എത്തിക്കുകയും അതിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിക്കാനും ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങൾ പഠിക്കാനും സാധ്യമാകുന്ന ആ സംവിധാനം ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. 1 വർഷത്തേക്കുള്ള ഫീസ് 500 രൂപ മാത്രമാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ ഖാദിമീങ്ങൾ ഈ വിഷയം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികം ഉണർത്തുകയാണ്. ദാറുൽ ഹദീസ് ഇന്ന് പ്രവർത്തിക്കുന്നത് ഒരു വാടക കെട്ടിടത്തിലാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദാറുൽ ഹദീസിൻ്റെ പള്ളിയുടെ നിർമ്മാണം ദ്രുതഗതിയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ നമ്മുടെ റിസർച്ച് നമ്മുടെ പള്ളിയിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കും. ഈ സമയത്ത് ദാറുൽ ഹദീസിന് വേണ്ടി സഹായിച്ച ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. നമ്മുടെ റിസർച്ചിലുള്ള പഠിതാക്കളുടെയും മറ്റു ഉസ്താദുമാരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി സഹായിച്ചവരും, വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിന് വേണ്ടി സഹായിക്കുന്നവരും, പ്രത്യേകിച്ച് നമ്മുടെ സ്ഥലമേറ്റെടുപ്പിന് വേണ്ടി ലക്ഷങ്ങൾ നൽകി സഹായിച്ചവരും, അതുപോലെ പള്ളി നിർമ്മാണത്തിന് വേണ്ടി വ്യത്യസ്ത രൂപത്തിൽ സഹായിച്ച ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും മഹത്തായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം കൂടി ഉണർത്തുന്നു. ഈ വിശുദ്ധ മാസം പുണ്യ റബീഉ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. അവിടുത്തെ 1500-ാം ജന്മദിനമാണ്. ഈ വിശുദ്ധ മാസത്തിൽ അവിടുത്തെ ഹദീസ് പഠിപ്പിക്കുന്ന
നമ്മുടെ പ്രിയപ്പെട്ട ദാറുൽ ഹദീസിനെ നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കണമെന്നും അതിൻ്റെ സംരംഭങ്ങളുമായി ആത്മാർത്ഥമായി സഹകരിക്കണമെന്നും ദാറുൽ ഹദീസിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നും വിനയത്തോടെ ഉണർത്തുകയാണ്. നമ്മുടെ എല്ലാ സംരംഭങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉത്തമമായ രൂപത്തിൽ പൂർത്തിയാക്കി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ദാറുൽ ഹദീസിനെ സഹായിക്കണമെന്നും സാധിക്കുന്നവർ ഈ ക്യാമ്പസ് സന്ദർശിക്കണമെന്നും ഉണർത്തുകയാണ്. നാളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാനും അവിടുത്തോടു കൂടെ സ്വർഗ്ഗത്തിൽ സംഗമിക്കുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ദാറുൽ ഹദീസിന് വേണ്ടി ദുആ ചെയ്യണമെന്ന്, സഹായിക്കണമെന്ന്, സഹകരിക്കണമെന്ന്, സന്ദർശിക്കണമെന്ന് ഒന്നുകൂടെ ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.